ഏവർക്കും നമസ്കാരം. ഇത് മഹാകുംഭമേള ഈ 2025 നടന്നുകൊണ്ടിരിക്കുന്നു. 2025 ജനുവരി 14 മുതൽ പ്രയാഗ്രാജിൽ ആരംഭിക്കുകയും ഫെബ്രുവരി 26 വരെ തുടരുകയും ചെയ്യുന്നു. സാധാരണഗതിയിൽ വർഷത്തിലൊരിക്കൽ കുംഭമേള നടക്കാറുണ്ട്. 12 വർഷം കൂടുമ്പോൾ പൂർണ്ണ കുംഭമേളയും 144 വർഷം കൂടുമ്പോൾ മഹാകുംഭമേളയും നടക്കുന്നു. ഈ മഹാകുംഭമേളയാണ് ഇപ്പോൾ ഇവിടെ ഈ പ്രയാഗിൽ നടക്കുന്നത്. ഗംഗ, യമുന, സരസ്വതി എന്നീ നദികളുടെ സംഗമമായ ത്രിവേണി സംഗമത്തിൽ നടക്കുന്നത് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ഭക്തിയുടെ പരമകോടിയിലുള്ള ഒരു മഹാ ഉത്സവമാണ്. ഏകദേശം 45 കോടി ജനങ്ങൾ ഒരു പ്രദേശത്ത് എത്തിച്ചേരുന്ന മഹാമേള, മഹാകുംഭമേള. ഇതിൽ ധാരാളം വിദേശികളും സ്വദേശികളുമുണ്ട്. മഹാകുംഭമേള തുടങ്ങി ആദ്യ ദിവസങ്ങളിൽ തന്നെ 3.5 കോടി ഭക്തർ, അതായത് ചൊവ്വാഴ്ച പുണ്യസ്നാനം നടത്തിയിരിക്കുന്നു. ഇതിനെ അമൃത് സ്നാൻ എന്ന് പറയുന്നു. മകരസംക്രാന്തി ദിനമായിരുന്ന ചൊവ്വാഴ്ച. ഇനിയും ഭക്തജന തിരക്ക് കൂടി വരികയുള്ളൂ. ഇവിടെ ഭക്തിയും നൂതന സാങ്കേതിക വിദ്യയും ഒരുമിച്ച് സംഘടിപ്പിച്ചിരിക്കുന്ന ഒരത്ഭുത പ്രതിഭാസമാണിവിടെ. കൂട്ടം തെറ്റുന്ന വ്യക്തികളെ കണ്ടെത്തുവാൻ വൈദ്യുത തൂണുകളിൽ വരെ ഉപയോഗിക്കുന്ന മേളയിലുടനീളം വൈദ്യുത തൂണുകളിൽ വരെ ഉപയോഗിക്കുന്നുണ്ട് സ്കാനറുകൾ. 50,000 വൈദ്യുത തൂണുകളിൽ QR കോഡ് പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഈ QR കോഡുകൾ മൊബൈൽ ഉപയോഗിച്ച് സ്കാൻ ചെയ്ത് കൃത്യമായ സ്ഥലം കണ്ടെത്തുവാൻ എല്ലാ വ്യക്തികളെയും അവരുടെ കുടുംബാംഗങ്ങളെയും സഹായിക്കുന്നു. തിങ്കളാഴ്ചയായിരുന്നു പൗഷ് പൂർണിമയോടനുബന്ധിച്ച് ഈ മേള ആരംഭിച്ചത്. അതുമാത്രമല്ല, ഈ മഹാകുംഭമേളയിൽ ആപ്പിളിൻ്റെ സ്ഥാപകൻ സ്റ്റീവ് ജോബ്സിൻ്റെ ഭാര്യ ലോറിറ്റ് പവൽ ജോബ്സ് തൻ്റെ ആത്മീയ ഗുരു കൈലാസാനന്ദഗിരിയിൽ നിന്നും ആത്മീയ ദീക്ഷ സ്വീകരിച്ച് കമല എന്ന പേരിൽ സ്നാനം ചെയ്തു. അതുപോലെ ഒട്ടേറെ വിദേശികൾ ഇവിടെ ഈ മഹാത്ഭുതത്തിന് എത്തിച്ചേർന്നിരിക്കുന്നു. മഹാകുംഭമേളയിൽ എത്തിയ മഹാഗുരു ജഗി വാസുദേവ് ഇതിനെ ഈ ഗ്രഹത്തിലെ, ഈ ഭൂമിയിലെ ഏറ്റവും വലിയ സംഭവമെന്നാണ് വിശേഷിപ്പിച്ചത്. ഇവിടെയാണ് ഒരേ ഒരു നാഗരികത. ഇവരിൽ പലരും മുക്തിക്കായി, വിമോചനത്തിനായി ആഗ്രഹിക്കുന്നു. എന്തിനേറെ പറയുന്നു, മഹാകുംഭമേളയിൽ പങ്കെടുക്കുന്ന സാധുക്കളുടെ ഫോട്ടോ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യുന്നതിന് പരിമിതികളുണ്ട്. അത് ലിമിറ്റ് വെച്ചിട്ടുണ്ട് ഫേസ്ബുക്ക്. കാരണം ഫേസ്ബുക്കിൻ്റെ ആൽഗോരിതം വരെ ഫേസ്ബുക്ക് ഈ മഹാകുംഭമേളയിൽ പങ്കെടുക്കുന്ന സാധു സന്യാസിമാരുടെ ഫോട്ടോ ഒരു കാരണവശാലും അപ്ഡേറ്റ് ചെയ്യാൻ പാടില്ല. കാരണം അത്രയ്ക്ക് ആത്മീയവും പുണ്യമായ ഒരു പ്രവൃത്തി ആയതുകൊണ്ട് അവരും അങ്ങനെ ചെയ്തിരിക്കുന്നു. ജാതി മതഭേദമന്യേ ഏത് മനുഷ്യർക്കും ഈ കുംഭമേളയിൽ സനാതന ധർമ്മമനുസരിച്ച് എത്തിച്ചേരാം. ഭക്തർക്ക് വെർച്വൽ റിയാലിറ്റിയായി, അതായത് PRI സമുദ്രമഥനം അനുഭവിക്കാനും ഹോളോഗ്രാമുകൾ ഉപയോഗിച്ച് പുരാണങ്ങളിൽ എത്തിപ്പെടാനും സമർത്ഥമായ പുരാണകഥകൾ നേരിട്ട് കൺമുന്നിൽ കാണുന്ന പോലെ മനസ്സിലാക്കാനും പറ്റുന്ന സാങ്കേതിക വിദ്യകൾ ഇവിടെ ഉത്തർപ്രദേശ് സർക്കാർ സംഘടിപ്പിച്ചിരിക്കുന്നു. കുംഭമേളയെക്കുറിച്ച് ധാരാളം ഐതിഹ്യ കഥകളുണ്ടെങ്കിലും ഏറ്റവും പരമപ്രധാനമായ ഒരു കഥയാണ്. കുംഭം എന്ന വാക്കിൻ്റെ അർത്ഥം കുടം എന്നാണ്. പാലാഴി കടഞ്ഞ് അമൃത് ഉയർന്നു വന്നപ്പോൾ അത് അസുരന്മാരുടെ കയ്യിൽ പെടാതിരിക്കാൻ ദേവേന്ദ്രൻ്റെ പുത്രൻ ജയന്ത് അമൃത കുംഭവുമായി ഓട്ടം തുടങ്ങി. പിന്നാലെ സൂര്യൻ, ചന്ദ്രൻ, ശനി, ബൃഹസ്പതി എന്നിവരും അമൃത് സംരക്ഷണത്തിനായി പാഞ്ഞുകൊണ്ടേയിരുന്നു. ഓട്ടപ്പാച്ചിലിനിടയിൽ അമൃത് ഹരിദ്വാർ, പ്രയാഗ്രാജ്, ഉജ്ജയിൻ, നാസക്, ത്രയംബേശ്വർ എന്നീ 4 സ്ഥലങ്ങളിൽ വീണുവെന്നാണ് ഐതിഹ്യം. 12 ദിവസമാണ് ജയന്തൻ അമൃതുമായി ഓടിയത്. ദേവന്മാരുടെ ഒരു ദിവസം മനുഷ്യരുടെ 12 വർഷമാണ്. അതുകൊണ്ടാണ് 12 വർഷത്തിലൊരിക്കൽ കുംഭമേള നടത്തുന്നത്. ഗ്രഹങ്ങളുടെ സ്ഥാനം നിശ്ചയിച്ചിട്ടാണ് കുംഭമേളയും നിശ്ചയിക്കുന്നത്. കുംഭമേളയിൽ നടക്കുന്നത് 4 നഗരങ്ങളുടെ തീരത്താണ്. ഗംഗയുടെ തീരം ഹരിദ്വാർ, ഗംഗയുടെ സംഗമസ്ഥാനം പ്രയാഗ്രാജ്, യമുന, സരസ്വതി എന്നിവയുടെ തീരം ഉജ്ജയിൻ, ഗോദാവരിയുടെ തീരം നാസിക്. കുംഭമേളയുടെ സ്ഥലം തീരുമാനിക്കുന്നത് ചില വിശ്വാസങ്ങളുടെ പുറത്താണ്. ജ്യോതിശാസ്ത്രപരമായ കണ്ടെത്തലുകൾ സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ കുംഭമേള നടത്തപ്പെടുന്നത്. വ്യാഴം കുംഭരാശിയിലും സൂര്യചന്ദ്രന്മാർ മേടരാശിയിലും ധനുരാശിയിലും എത്തിയാൽ കുംഭമേള ഹരിദ്വാറിൽ നടത്തും. വ്യാഴം ഇടവരാശിയിലും സൂര്യൻ ചന്ദ്രന്മാർ മകരരാശിയിലും എത്തിയാൽ പ്രയാഗ്രാജിൽ കുംഭമേള നടത്തുക.
വ്യാഴം സിംഹരാശിയിലും സൂര്യചന്ദ്രന്മാർ കർക്കിടകത്തിലുമാണെങ്കിൽ നാസിക്കിലായിരിക്കും ആ വർഷത്തെ കുംഭമേള. വ്യാഴം സിംഹരാശിയിലും സൂര്യചന്ദ്രന്മാർ മേടത്തിലുമാണെങ്കിൽ അതേ വർഷം ഉജ്ജയിനിയിൽ വെച്ചായിരിക്കും കുംഭമേള നടത്തുക. ഇങ്ങനെ രാശിപരമായി ജ്യോതിഷപരമായി കൃത്യം ഗണിച്ച് മാത്രമേ കുംഭമേള ഓരോ തവണയും നടത്താറുള്ളൂ. മഹാസ്നാനങ്ങളും യാഗങ്ങളും ദാനധർമ്മങ്ങളും കൂടുമ്പോഴാണ് കുംഭമേളയുടെ ചടങ്ങുകളിൽ പൂർണ്ണതയുണ്ടാകുന്നത്. സ്നാനത്തിലൂടെ ജീവിതത്തിലെ എല്ലാ പാപങ്ങളും മാറുന്നു. ലൗകിക ജീവിതങ്ങൾ വെടിഞ്ഞ് ആത്മീയമായ പുണ്യം തേടിയുള്ള യാത്രകളാണ് ഈ നടക്കുന്നത്. കുംഭമേള അങ്ങനെ നീണ്ടു പരന്ന് കിടക്കുകയാണ്. ഉത്തർപ്രദേശ് സർക്കാർ വിപുലമായ പദ്ധതികളാണ് കുംഭമേളയ്ക്ക് അതിൻ്റെ സുരക്ഷിതത്തിന് വേണ്ടി യാത്രക്കാരുടെയും വിദേശികളുടെയും ഇതിലിവിടെ എത്തിച്ചേരുന്ന നാഗസന്യാസിമാർ, സാധുക്കൾ, അഘോരികൾ, സാധാരണ സന്യാസിമാർ, സാധാരണ ബിസിനസ്സുകാർ എല്ലാവരുടെയും പരമമായ സുരക്ഷിതത്തിന് വേണ്ടി കോടിക്കണക്കിന് രൂപയാണ് ഉത്തർപ്രദേശ് സർക്കാർ, യോഗി ആദിത്യനാഥും ഉത്തർപ്രദേശ് സർക്കാരും കൂടെ ചിലവഴിച്ചിരിക്കുന്നത്. മഹാഅത്ഭുതം തന്നെയാണ് ഈ കുംഭമേള എന്ന് പറയുന്നത്. ചതുരശ്ര ഏക്കർ കണക്ക് പരന്ന് കിടക്കുന്ന ഈ സ്ഥലത്ത് ആർക്കും ഒരു അപകടവും ബുദ്ധിമുട്ടും കഷ്ടപ്പാടും കൂടാതെ ഈ മഹാകുംഭമേളയിൽ പങ്കെടുക്കുവാൻ കഴിയുക എന്നത്. മഹാകുംഭമേളയിൽ മകരസംക്രാന്തിയോടനുബന്ധിച്ച് നടന്ന ചടങ്ങുകളിലൊക്കെ നേരത്തെ പറഞ്ഞുവല്ലോ, 3.5 കോടി ജനങ്ങളാണ് പങ്കെടുത്തത്. സന്യാസിമാർ പുലർച്ചെ 3 ആരംഭിച്ച അമൃത് സ്നാനത്തിന് 13 വിഭാഗങ്ങളിൽ അഖാരകളിൽ നിന്നുള്ള സന്യാസിമാരാണ് നേതൃത്വം നൽകിയത്. ത്രിശൂലവും കുന്തവുമേന്തി അടിമുടി ഭസ്മം പൂശി കുതിരപ്പുറത്തെത്തിയ നാഗസന്യാസിമാരും ചടങ്ങുകളിൽ ധാരാളമായി സംബന്ധിച്ചു. തണുത്തു മരവിച്ച നദീജലത്തിലേക്ക് ഇവർക്ക് പിന്നാലെ ഹരഹര മഹാദേവ സ്തുതികളുമായി തീർത്ഥാടക ലക്ഷങ്ങൾ ഇറങ്ങി. കുഞ്ഞുങ്ങളെ ചുമലിലേന്തിയവരും വൃദ്ധരെ താങ്ങി നടത്തുന്നവരും ഈ കൂട്ടത്തിലുണ്ടായിരുന്നു. മുമ്പ് ഷാഹിദ് സ്നാനം എന്നറിയപ്പെട്ടിരുന്ന ചടങ്ങാണിപ്പോൾ അമൃതസ്നാനമായി അറിയപ്പെടുന്നത്. പൗഷ പൗർണമിയോടനുബന്ധിച്ച് തിങ്കളാഴ്ച നടന്ന ആദ്യ സ്നാനത്തിൽ 1.75 കോടിയിലേറെ പേരാണ് ആദ്യ ദിനം തന്നെ പങ്കെടുത്തിരുന്നത്. എത്ര പവിത്രവും മനോഹരവുമായ ചടങ്ങാണ് ഈ മഹാകുംഭമേള. 144 വർഷം കൂടുമ്പോൾ നടക്കുന്ന ഈ മഹാകുംഭമേള ഇന്ത്യ, ഭാരതം ലോകത്തിൻ്റെ നെറുകയിലാണ്. അതായത് ഏറ്റവും കൂടുതൽ ആളുകൾ ഇൻ്റർനെറ്റിൽ തിരയുന്ന ഒരു വാചകം മഹാകുംഭമേള 2025 തന്നെ ആകുമ്പോൾ തന്നെ ഒന്ന് ആലോചിച്ചാൽ മതി. ആ മഹാകുംഭമേളയുടെ ലോകത്തെമ്പാടുമുള്ള ഒരു പ്രചാരവും എത്ര മഹനീയമാണ്. ഈ ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാൻ കഴിയുന്ന ഈ മഹാകുംഭമേള വളരെ വിചിത്രവും അത്ഭുതവും ഉള്ളത് തന്നെയാണ്. ഉത്തർപ്രദേശ് സർക്കാർ അതിവിപുലമായ പരിപാടികളാണ് ഈ കുംഭമേളയ്ക്ക് വേണ്ടി നടത്തിയിട്ടുള്ളത്. അതിലുപരി സാമ്പത്തികപരമായി കുംഭമേളയിലൂടെ അവർക്ക് കോടാനുകോടി രൂപ ലാഭം കിട്ടുമെന്ന് തന്നെയാണ് ഉത്തർപ്രദേശ് സർക്കാർ കണക്ക് കൂട്ടുന്നത്. ചെറിയ ചന്ദനത്തിരിയോ കർപ്പൂരവോ നെയ്യോ ഭസ്മമോ തീപ്പെട്ടി വരെ വിൽക്കുന്ന ആൾക്കാർ അതിലൂടെ ഉപജീവന മാർഗം നടത്തിക്കൊണ്ടു പോരുന്നു. എത്ര മനുഷ്യർക്ക് ഉപജീവന മാർഗമുണ്ടാകുന്നു. ഈ മഹാവിസ്മയം തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. 45 കോടി ജനങ്ങൾ, വിവിധ തരത്തിലുള്ളവർ, ഏത് ഭാഷയിലുള്ളവരായിട്ട് ഏത് മതത്തിലുള്ളവരായിട്ട് ഈ സംഗമ സ്ഥലത്ത് എത്തിച്ചേർന്നു. ഒരു പ്രദേശത്ത് ഇത്രയും കൂടുതൽ ആൾക്കാർ എത്തിച്ചേർന്ന് ഒരു അപകടവുമില്ലാതെ എല്ലാവർക്കും ഭക്ഷണം കിട്ടി, കിടന്നുറങ്ങാൻ പാർപ്പിടവും കിട്ടി, സ്വസ്ഥമായിട്ട് സ്നാനം ചെയ്ത് നിർമ്മലമായ ഹൃദയത്തോടെ ഇവിടെ നിന്ന് മടങ്ങാൻ കഴിയുന്നത് സാക്ഷാൽ മഹാദേവൻ്റെ ശക്തി എന്നല്ലാതെ എന്താ പറയാൻ. ഹരഹര മഹാദേവ, ഹരഹര മഹാദേവ. ഈ മഹാനഗരത്തിൽ ഈ കുംഭമേളയിൽ എത്തിച്ചേരാൻ എപ്പോഴെങ്കിലും നമ്മൾക്ക് ഓരോരുത്തർക്കും ഭാഗ്യമുണ്ടാകട്ടെ എന്നാണ് ഞാനും കരുതിപ്പോരുന്നത്. ഹരഹര മഹാദേവ. ഓം നമഃ ശിവായ.